ഹായ് ഗൈസ്. ഞാൻ യൂട്യൂബ് വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നോർമലി എന്തെങ്കിലുമൊക്കെ എനിക്കൊരു കണ്ടന്റ് ഐഡിയ കിട്ടുന്നില്ല. എന്താണ് ഇപ്പോൾ യൂട്യൂബിലിടുക ഒന്നൊരു സംഭവം എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ നോക്കിയപ്പോ ഈ ആൾക്കാരൊക്കെ ഇടുന്നത് ചുമ്മാ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഡെയിലി ലൈഫ് അവര് ചുമ്മാ ഫുൾ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ റാൻഡം വീഡിയോസ് ഇടുന്നത് ഞാൻ കുറെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്തേക്കാം. എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ ടൈം കിട്ടുമോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാൻ വെച്ചിട്ട്. അപ്പൊ ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ഒരു പകുതി വർക്ക് ഞാൻ തീർത്തു. അപ്പൊ ഞാനിപ്പോ എനിക്ക് വിശക്കുന്നു. അപ്പൊ ചോറുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചോറുണ്ടാക്കാൻ പോലെ ചോറുണ്ടാക്കിയിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അതായത് ഗൈസ്, എൻ്റെ വീട്ടിലെ അടുക്കള അത്ര കാണാൻ കൊള്ളാവുന്ന ഒരു അടുക്കളയല്ല. അതായത് എൻ്റെ ചെന്നൈ റൂമിലുള്ള അടുക്കള അത്ര കാണാൻ കൊള്ളാവുന്ന അടുക്കളയൊന്നുമല്ല. ഞങ്ങൾ അത്ര ക്ലീൻ ആയിട്ട് വെച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ 4 ഗേൾസ് ആണ് ഇവിടെ. ബട്ട് ദെൻ വെരി മെസ്സി. അതുകൊണ്ട് ഞാനിപ്പോ ഇത് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കും. ഇത് ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം എൻ്റെ കിച്ചൺ ഗൈസ്, ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്ന അറിയോ? രസം. എനിക്ക് അങ്ങനെ രസം ഉണ്ടാക്കാനൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ബാക്ക് അത്ര ശരിയല്ല. പ്ലീസ് ഇഗ്നോർ ഇറ്റ്. അപ്പൊ ഞാൻ രസം ഉണ്ടാക്കാന്ന് വെച്ചു. രസം എനിക്ക് ഉണ്ടാക്കാൻ അറിയാന്ന് വെച്ചാൽ കുറച്ചൊക്കെ എന്തൊക്കെ അറിയാം. ഞാൻ യൂട്യൂബൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് രസം ഉണ്ടാക്കാന്ന് വെച്ചു. നോർമലി ഞാൻ കേടാണ് യൂസ് ചെയ്യാം, പക്ഷെ കേടില്ല ഇന്ന്. സോ ഐ തോട്ട് രസം ഉണ്ടാക്കാമെന്ന്. ഓക്കെ, പാന് ചൂടാവുന്നുണ്ട്. ഞാൻ രസം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു. ഞാൻ രസം റെസിപ്പി കൂടെ പറഞ്ഞുതരാവേ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എനിക്കിത് നല്ലതാണോ എന്ന് അറിയാൻ ഉണ്ടാക്കി കഴിയുമ്പോഴേ അറിയാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇങ്ങനെയുണ്ട്. അപ്പൊ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് എണ്ണ ചൂടാകുമ്പോൾ ഞാൻ അതിലോട്ട് കടുക് ഇടും, പെരുംജീരകം ഇടും, പിന്നെ ഉലുവ ഇടും. ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് അതിലോട്ട് ഒരു റെഡ് ചില്ലി ഇടും. ബിക്കോസ് ഞാൻ ഓൾറെഡി റെഡ് ചില്ലി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹാഫ് റെഡ് ചില്ലി ഇടും ഞാൻ. അത്രേ ഇടുള്ളൂ. ഞാൻ വേർത്തു. ഞാനൊരു കാര്യം വേണ്ടേ. എന്നിട്ട് റെഡ് ചില്ലി ഇട്ടിട്ട് ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ടൊമാറ്റോ സ്മാഷ് ചെയ്തിട്ട് പുളി വെള്ളമാക്കി വെച്ചിട്ട് ഈ ടൊമാറ്റോ സ്മാഷ് ചെയ്തിട്ടും പുളി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലോട്ട് ഇട്ടിട്ട് ഇപ്പോൾ തിളച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിക്കണം. ഇനി ഞാൻ ബാക്കി കൂടെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, അങ്ങനെ ഞാൻ അതില് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് തിളച്ചത്തേനും മറ്റേ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഗാർലിക്കും റെഡ് ചില്ലിയും പെപ്പറും ജീരകവും ഇത് 4 കൂടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് സാധനം എടുത്തിട്ടിട്ട് ഇപ്പൊ തിളച്ചു. ഇനി നമുക്കത് ഓഫാക്കാം. എന്നിട്ട് ചോറ് വെച്ചിട്ട് വരാം. എനിക്കിത് ഇവിടെ വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഭയങ്കര മെസ്സിയാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ രസം ഉണ്ടാക്കി ഗായ്സ്. രസം ഞാൻ സത്യമായിട്ടൊരു കാര്യം ഇവിടെ ഇതിന് മുന്നേ ഒരു ദിവസം രസം ഉണ്ടാക്കി. അപ്പോൾ ഭയങ്കര അലമ്പായിരുന്നു രസം. പുളിയൊക്കെ അധികമായി. എനിക്ക് എത്ര പുളി ഇടണം അങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് പുളിയൊക്കെ ഇട്ടിട്ട് രസം ഉണ്ടാക്കി. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയ രസം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നല്ല രസമാണ്. അപ്പൊ ചോറുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. ഭയങ്കര വറുത്തു രസം ഉണ്ടാക്കിയിട്ടേ. അപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനെ വിളിച്ചിട്ട് രസം ഉണ്ടാക്കിയായിട്ട് എനിക്ക് പറയണം. ഇതൊക്കെ ഒരു അച്ചീവ്മെന്റ് ഇല്ലല്ലോ. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആണ്. സോ ഞാനിതിപ്പോ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ ഒന്ന് മുഖമൊക്കെ തുടച്ചെന്ന് കഴിഞ്ഞാൽ മുഖം ഫ്രഷ് ആയിട്ട് വരാം. അപ്പത്തേനും ചോറാവുന്ന നമുക്ക് ചോറ് കഴിക്കാം. ചോറ് ആക്ച്വലി ആയി. ഇനി അതിന്റെ ആ വിസിലിന്റെ ആ ഒരു പ്രഷർ കുറച്ച് പോയിട്ടല്ലേ നമുക്ക് തുറക്കാൻ പറ്റുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യണം. അമ്മേനൊക്കെ വിളിച്ചു കഴിഞ്ഞു. ചെയ്യാനൊന്നുമില്ല, വർക്ക് ഇനി കുറച്ചുള്ളത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങിയൊക്കെ എണീച്ചിട്ട് ചെയ്യാമെന്നുള്ള സെറ്റപ്പിലാണ്. സോ കുറച്ച് നേരം ഫ്രീ ആണ്. ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ വന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലൈറ്റിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ ലൈറ്റ് എവിടെ സോ ഞാൻ കാണിച്ചു തരാം. ഓൺ ചെയ്യണേ, വെയിറ്റ് ചെയ്യണം.
ഇതിനേക്കാളും ലൈറ്റ് ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ നമ്മൾ ഇവിടെ വെക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഒരു സാധനമാണ്. ഇത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഞാനിത് ഒരു 3-4 വർഷമായിട്ട് വായിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇത്. ഈ ബുക്ക് ഞാനിപ്പോ വാങ്ങിച്ചു. അത് വാങ്ങിക്കാം. അതെനിക്ക് വളരെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അത്. പിന്നെ മിഡ് നൈറ്റ് കോൾമെറിനിന്റെ ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന കാജലാണ്. ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കണ്ണ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു, എനിക്കാണെങ്കിൽ കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര വരുന്ന ഒരു സാധനമാണ് റെനീൻ്റെ. പിന്നെ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐലൈനർ ആണ് ഈ ലാക്മീൻ്റെ ഐലൈനർ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. സോ അത് ഞാൻ വാങ്ങി. പിന്നെന്താ ഞാൻ വാങ്ങിച്ചേ, ഇതൊരു ഡെയിലി ക്ലെൻസിങ് വൈപ്പ്. പെട്ടെന്നൊരു മുഖം നമുക്ക് തുടയ്ക്കണം എന്ന് തോന്നുമ്പോൾ ഈ ഓഫീസിലൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ നടന്നാ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും, ഈ പൊടിയും റണ്ണും ചീന. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു കെലാമിൻ വൈപ്പ് വെച്ചിട്ട് തുടയ്ക്കാം. അതിനുവേണ്ടി അത് വാങ്ങി. ഇതൊക്കെ ഉള്ളു ഗൈസ്. ഇനി ഞാൻ അത് വാങ്ങി വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ചായ ഞാൻ രാവിലെ ആക്ച്വലി ഞാൻ മുട്ട പുഴുങ്ങിയതും സ്മൂത്തിയൊക്കെയാണ് കഴിക്കണേ. എന്നാൽ അതങ്ങോട്ട് സെറ്റായില്ല. എനിക്ക് പിന്നെയും വിശന്നപ്പോൾ ഞാനൊരു ബർഗറും ചായയും സെറ്റ് കഫേയിൽ നിന്ന് ഓർഡർ ചെയ്തു. ആ ചായയാണത്. വൈകുന്നേരത്തിനും എനിക്ക് ചായയായി. ഇത് നമുക്ക് ചൂടായി കുടിക്കാം. ചായ കുടിക്കണ്ടെന്ന് വെച്ചിരിക്കുമായിരുന്നു, പക്ഷേ ചായ ഉള്ള സ്ഥിതിക്ക് കുടിക്കാം. ഇപ്പൊ ചോറ് കഴിച്ചിട്ട് ഒരു 5 മണിയൊക്കെയാണ് നമുക്ക് ചായ ചൂടായി കുടിക്കാം. അതുവരെ കുറച്ചേരം സീരീസ് കണ്ടിട്ട് നമ്മൾ ഉറങ്ങും. അപ്പൊ ചോറായോ നോക്കാം. ചോറായെങ്കിൽ ചോറെടുത്ത് കഴിക്കാം. അങ്ങനെ ചോറ് സെറ്റായി ഗൈസ്. ഞാൻ ചോറ് കഴിക്കുമ്പോൾ ചോറും രസവും ചിക്കൻ അച്ചാറും എൻ്റെ റൂംമേറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഞാൻ അതും കൂട്ടിയാ കഴിക്കാൻ പോകുന്ന ചോറ്. കഴിച്ചിട്ട് ഉറങ്ങണം. ഞാൻ കാണിച്ചു തരട്ടെ എൻ്റെ രസവും ചിക്കൻ അച്ചാറും ചോറും. ഇതാണ് എൻ്റെ ഇന്നത്തെ മീൽ. അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ. ഇതിനിടയിൽ എനിക്ക് ടീംസിൽ എന്തൊക്കെയോ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ എങ്ങനെയാ ടീംസ് ഒക്കെ നോക്കണേ അല്ലേ. നമ്മൾ ഒരു വെളുത്തുള്ളി വെച്ചു, ഒരു പീസ് ചിക്കനും വെച്ചു, രസവും വെച്ചു. എടുത്തിട്ട് സൂപ്പർ. ഐ നെവർ തോട്ട് ഞാൻ രസം ഉണ്ടാക്കി എത്ര രസം ഉണ്ടാവുന്നു. കാരണം ഞാൻ അന്ന് രസം ഉണ്ടാക്കിയപ്പോ ഭയങ്കര അലമ്പായിരുന്നു, ഭയങ്കര അലമ്പരസായിരുന്നു. അലമ്പെന്നൊക്കെ പറഞ്ഞാലും പോരാ ഗൈസ്, ഭയങ്കര സീനായിരുന്നു. പക്ഷെ ഇത് കൊള്ളാം, രസം കൊള്ളാം. അന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് സീരീസ് വേണം. അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ സീരീസ് കണ്ടിട്ട് വരാം. ഹായ് ഗൈസ്, സംഭവം ഭയങ്കര ഹോട്ടായിരുന്നു. ഹോട്ടല്ല, സ്പൈസി ആയിരുന്നു. രസം സ്പൈസി, അച്ചാർ സ്പൈസി. ഞാനാണെങ്കിൽ ഭയങ്കര സ്പൈസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഭയങ്കര എരിവ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിലൊരു ഡയറി മിൽക്ക് ഉണ്ട്. ഡയറി മിൽക്ക് കഴിക്കാം. ഓക്കെ, കുറച്ച് കഴിക്കാം, ബാക്കി പിന്നെ
സോ ഞാൻ ഡയറി മിൽക്ക് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്. സംസാരിക്കണോ? സോ ഡയറി മിൽക്ക് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ട് എണീച്ചിട്ട് ബാക്കി. ഓക്കെ, ഒരു ഫുൾ ഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഫുൾ ഡേ ഇടണം അല്ലേ? അപ്പം ഈ ഫുൾ ഡേ അപ്പം ഞാൻ ഇനി ഉറങ്ങി എണീച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളും ഇടണം. രാത്രി ഉറങ്ങുന്ന വരെയുള്ള ഇടണം. ഇന്നെനിക്കാണെങ്കിൽ കുറേ പണിയുണ്ട്. എണീച്ചിട്ട് പണി ബാക്കി കുറച്ച് ചെയ്യാണ്ട് വർക്ക്. അത് കഴിഞ്ഞ് അവിടെ ക്ലീൻ ചെയ്യണം. രാത്രി ഞാൻ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത് എൻ്റെ റൂംമേറ്റ് വന്നതിന് ശേഷം. അപ്പം കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്തിട്ട് ഇന്ന് തന്നെ ആ പരിപാടികളൊക്കെ തീർത്ത് കിടക്കും. അപ്പം നാളെ ഞാൻ ഫ്രീ. പിന്നെ നാളെ എന്ന് വെച്ചാൽ എനിക്ക് ഈ തുണി കഴുകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും തീർത്ത് ഞാൻ സൺഡേ ഫുള്ള് ഫ്രീ. വീഡിയോസ് എന്തെങ്കിലും എടുക്കണം നാളെ. അങ്ങനെ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞാൻ ഉറങ്ങി എണീച്ചു. കണ്ണുറങ്ങാൻ പറ്റില്ല. ഞാൻ ഉറങ്ങാൻ പോയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടു. ഉറങ്ങിയത് ഞാൻ ഭയങ്കര നന്നായി ഉറങ്ങിയെന്ന് വെച്ചാൽ അതുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ പോകണം, എണീക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ബാക്കി കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട്. വർക്ക് ചെയ്യണം, ചായ കുടിക്കണം, അത് കഴിഞ്ഞ് ഇവിടെ ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, കഴിക്കണം, എന്തോ ഒരു പരിപാടിയുള്ള. സോ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗെറ്റ് എ ബ്രേക്ക്. അപ്പം ഞാൻ പോയിട്ട് എന്നാൽ ഫേസ് വാഷ് എടുത്ത് വരാം. എനിക്ക് മൈക്ക് വെക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ഫോണിൽ ചാർജില്ല. അങ്ങനെ മൈക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ക്യാമറേൻ്റെ ഫോണിൻ്റെ മൈക്കിലാണ് സംസാരിക്കുന്നത്. സോ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ട് എന്താ മുഖം കഴുകിയിട്ട് വരാം. ഒട്ടും പാടില്ല. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ചായ വെച്ച്. ദൈവമേ, ചായ ട്രാജഡി ആയിരുന്നു. ഞാൻ രാവിലെ വെച്ച് ജെപ്റ്റോന്ന് വാങ്ങിയ ചായ ഫുള്ള് കളഞ്ഞു, പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് പിന്നെയും ചരിച്ചു. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു വെച്ച് കുറച്ച് ചായയാണ് എനിക്കുള്ളൂ ഇനി കുടിക്കാൻ. ആസ് എ ടീ ലവർ ഇതെനിക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറിയാണ് ഗൈസ്. കുറച്ച് ചായകളുണ്ടല്ലോ, ഐ ആം ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ചായ വെച്ച്. ദൈവമേ, ചായ ട്രാജഡി ആയിരുന്നു. ഞാൻ രാവിലെ വെച്ച് ജെപ്റ്റോന്ന് വാങ്ങിയ ചായ ഫുള്ള് കളഞ്ഞു, പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് പിന്നെയും ചരിച്ചു. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു വെച്ച് കുറച്ച് ചായയാണ് എനിക്കുള്ളൂ ഇനി കുടിക്കാൻ. ആസ് എ ടീ ലവർ ഇതെനിക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറിയാണ് ഗൈസ്. കുറച്ച് ചായകളുണ്ടല്ലോ, ഐ ആം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഞാൻ ഉറങ്ങി എണീച്ചു ഗൈസ്. കണ്ണുറങ്ങാൻ പറ്റില്ല. ഞാൻ ഉറങ്ങാൻ പോയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടു. ഉറങ്ങിയത് ഞാൻ ഭയങ്കര നന്നായി ഉറങ്ങിയെന്ന് വെച്ചാൽ അതുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ പോകണം, എണീക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ബാക്കി കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട്. വർക്ക് ചെയ്യണം, ചായ കുടിക്കണം, അത് കഴിഞ്ഞ് ഇവിടെ ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, കഴിക്കണം, എന്തോ ഒരു പരിപാടിയുള്ള. സോ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗെറ്റ് എ ബ്രേക്ക്. അപ്പം ഞാൻ പോയിട്ട് എന്നാൽ ഫേസ് വാഷ് എടുത്ത് വരാം. എനിക്ക് മൈക്ക് വെക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ഫോണിൽ ചാർജില്ല. അങ്ങനെ മൈക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ക്യാമറേൻ്റെ ഫോണിൻ്റെ മൈക്കിലാണ് സംസാരിക്കുന്നത്. സോ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ട് എന്താ മുഖം കഴുകിയിട്ട് വരാം. ഒട്ടും പാടില്ല. തീരെ മെമ്മറി ഇല്ല, ഫോണിൽ മെമ്മറി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എനിക്ക് 2 മിനിറ്റും കൂടെ വീഡിയോ എടുക്കാനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിനി
ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ചായ വെച്ച്. ദൈവമേ, ചായ ട്രാജഡി ആയിരുന്നു. ഞാൻ രാവിലെ വെച്ച് ജെറ്റൂന്ന് വാങ്ങിയ ചായ ഫുള്ള് കളഞ്ഞു, പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് പിന്നെയും ചായച്ചു. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു വെച്ച് കുറച്ച് ചായയാണ് എനിക്കുള്ളൂ ഇനി കുടിക്കാൻ. ആസ് എ ടീ ലവർ ഇതെനിക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറിയാണ് ഗൈസ്. കുറച്ച് ചായയെങ്കിലും ഉണ്ടല്ലോ, ഐ എം ഗ്രേറ്റ്ഫുൾ. തീരെ മെമ്മറി ഇല്ല, ഫോണിൽ മെമ്മറി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എനിക്ക് 2 മിനിറ്റും കൂടെ വീഡിയോ എടുക്കാനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇന്നത്തെ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചായ കുടിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടുള്ളൂ. ഇനി അതുവരെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ പിന്നെ ഞാൻ ലാപ്ടോപ്പിലോട്ട് കയറ്റിയിട്ട് പിന്നെ അതിൽ സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അടുത്ത വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. നാളെ മറ്റന്നാളായിട്ടുള്ള വ്ളോഗ്സ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇത് ഇന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മോസ്റ്റ്ലി ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ മെമ്മറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുന്ന നേരത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. वीडियोस बनाने हैं, फिल्मोरा है ना।